മുത്താലം മേടം പാറ്റംകുന്നിൽ മണ്ണിടിച്ചു കൂട്ടിയിട്ടത് കനത്ത മഴയിൽ കുതിർന്ന് ഒലിച്ചിറങ്ങിയത് താഴ്ന്ന ഭാഗത്തെ നിവാസികളും പരിസരവാസികളും ദുരിതത്തിൽ വലയുന്നതായി പരാതി. 3.5 ഏക്കറോളം പ്രദേശത്തെ കുന്നിടിച്ചു കൂട്ടിയ മണ്ണാണ് കനത്ത വേനൽമഴയിൽ ഒലിച്ചിറങ്ങിയത്. മുത്താലം മേടം പാറ്റംകുന്നിലെ സ്വകാര്യ ഉടമസ്ഥതയുള്ള സ്ഥലത്ത് 30 അടി ഉയരത്തിൽ മണ്ണിടിച്ചു കൂട്ടിയത് ചളിയും കല്ലുമായി പരന്നൊഴുകിയത് വിനയായി. ഈ മണ്ണ് മുത്തേരി കുമ്മാളി റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ അതുവഴിയുള്ള യാത്ര പോലും ദുസ്സഹമായി. ഒടുവിൽ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ചളിയും മണ്ണും നീക്കി യാത്രാ തടസ്സം ഒഴിവാക്കിയത്. മേടംപറ്റം കുന്നിന് താഴെ താമസിക്കുന്നവർക്ക് അതിരുകളിട്ട് സംരക്ഷണ ഭിത്തി കെട്ടുമെന്ന് മണ്ണടിക്കുന്നതിന് മുൻപ് സ്ഥലം ഉടമകൾ പറഞ്ഞതായി പരിസരവാസികൾ പറയുന്നു. പക്ഷേ അതിർത്തി മാത്രമാണ് നിശ്ചയിച്ചതെന്നും സംരക്ഷണ ഭിത്തി കെട്ടിയില്ലെന്നുമാണ് സമീപവാസികൾ ആക്ഷേപം ഉന്നയിക്കുന്നത്. മഴ കനത്താൽ മണ്ണ് വീണ്ടും ഒലിച്ചിറങ്ങും. ഇത് പ്രദേശത്ത് ഭീഷണിയാകുമെന്നാണ് പരക്കെയുള്ള പരാതി. മണ്ണാശ്ശേരി മൂത്താടം മേലമ്മറ്റം ലീലാമണിയുടെ വീട്ടുമുറ്റത്തേക്കും വീടിനകത്തേക്കും ചെളിവെള്ളം ഒഴുകിയെത്തിയപ്പോൾ താമസയോഗ്യമല്ലാതായിരിക്കുകയാണ്. കിണറിലേക്ക് ചെളിവെള്ളമിറങ്ങി കുടിവെള്ളം വഴിമുട്ടിയിരിക്കുകയാണ്. ആസ്മാരോഗിയായ ലീലാമണിയുടെ മരുന്നുകൾ പോലും ചളി നിറഞ്ഞ വീട്ടിനുള്ളിലായി. ഈ കുന്നിൻ്റെ ചെരുവിൽ ആണ് എൻ്റെ വീട്. കുന്നിന് നേരെ ഇറക്കിലാണ്. ഇവിടെ ഈ വലിയ മല, ഏക്കർ മല ഭൂമാഫികൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുകയും ഇവിടെ JCB ഉപയോഗിച്ച് മണ്ണുകൾ കൂമ്പാരാക്കി, ഇങ്ങനെ മണ്ണയും പാറകളൊക്കെ കൂമ്പാരാക്കി ഇങ്ങനെ കൂട്ടിയിട്ട് ഉള്ളൊരവസ്ഥയാണ്. ഈ മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ തുടക്കത്തെ മഴയത്ത് പെയ്ത മണ്ണൊന്നായിട്ട് ഞങ്ങളെ പറമ്പിലേക്ക് ചാടി, പറമ്പ് നികന്ന് കിണറിലെ വെള്ളത്തിലേക്ക് ചാടി കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. വീടിൻ്റെ മുറ്റത്ത് നന്നായിട്ട് ചളിയാണ്. വീട്ടിലേക്ക് കയറാൻ വയ്യാത്തൊരവസ്ഥയാണ്. സംഭവത്തെ തുടർന്ന് ഇനിയും മണ്ണിടിയാൻ സാധ്യതയുള്ളതിനാൽ സ്വത്തിനും ജീവനും വീടിനും ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ജില്ലാ കളക്ടർ, റവന്യൂ വകുപ്പ്, മുക്കം നഗരസഭ, ജിയോളജി തുടങ്ങിയ വകുപ്പുകളിൽ ലീലാമണിയടക്കം പരിസരവാസികൾ പരാതി നൽകിയിരിക്കുകയാണ്. എൻലൈറ്റ് ന്യൂസ്, മുക്കം.